ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനുമോള് ഇഡ്ഡലിയൊക്കെ കൊണ്ട് നമ്മുടെ അലോകിന് കഴിക്കാൻ കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്, അതെ എനിക്ക് ഈ ഇഡ്ഡലിയൊന്നും വേണ്ട, നീ പോയി വേറെ ഉണ്ടാക്കിക്കൊണ്ട് വാന്ന്. അങ്ങനെ അനുമോള് പറയുന്നുണ്ട്, ഈ ഇഡ്ഡലിക്ക് എന്താ കുഴപ്പം, നിന്നോടല്ലേടി പറഞ്ഞത് വേറെ ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലാൻ. അങ്ങനെ അനുമോൾ അകത്ത് പോയി അതേ ഇഡ്ഡലി എന്നെ വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിരിക്കും. ഇത് കുഴപ്പമില്ല, ഇത് ഞാൻ കഴിച്ചോളാം. ചമ്മന്തി ഒഴിക്കാനായിട്ട് പോകുമ്പോൾ വേണ്ട വേണ്ട, എനിക്കത് വേണ്ട, എനിക്ക് സാമ്പാർ തന്നെ വേണം. ശരി, എന്നാൽ സാമ്പാർ അതെടുത്തുകൊണ്ട് വരുക കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കിനും ഈ തട്ടം പോരാ, വേറെ തട്ടം വേണമെന്ന് പറയാം കേട്ടോ. അങ്ങനെ അതെടുത്തുകൊണ്ട് കൊടുക്കുകയാണ്. സാമ്പാറെടുത്ത് മുന്നിൽ കൊണ്ട് വയ്ക്കുമ്പോൾ പറയുന്നുണ്ട്, നിൽക്കി ഒഴിക്കാൻ വരട്ടെ. ഇതിന് അത് പോരാ ഇത് പോരാ എന്നൊക്കെ പറയാം. അവസാനം അലോക് പറയാം, എടി നീ എന്ത് പണിയാടി കാണിക്കണേ, നിനക്ക് എന്നോട് ഇല്ലതുകൊണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക, എത്ര ദേഷ്യമാണെങ്കിൽ നീ തലയിൽ കൂടെ കോരി ഒഴിക്കടി എന്ന് പറയാം കേട്ടോ. അപ്പോൾ വീണ്ടും അലോക് ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒഴിക്ക് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടോ. അനുമോൾക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് വയ്യ. അനുമോൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുക, മുറ്റത്ത് നിന്നപ്പോൾ അച്ഛനെ കാണിക്കാൻ വേണ്ടി ഷോ ഇറക്കിയില്ലേ, പെൺപിള്ളേരെ മര്യാദയ്ക്ക് പഠിപ്പിക്കണം, നല്ല സ്വഭാവം പഠിപ്പിക്കണം, അച്ഛനമ്മമാരുടെ തെറ്റാണ്, ഇല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലനെ രാവിലെ വിഷമിപ്പിച്ചില്ലേ. അത് അനുമോൾ പെട്ടെന്ന് ഓർത്തെടുത്തിട്ട് മനസ്സിൽ വിചാരിക്കുക, നിനക്ക് സാമ്പാർ തലയിൽ കൂടെ ഒഴിക്കണം അല്ലേടാ, ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന സാമ്പാർ അതേപടി അലോകിനെ തലയിൽ കൂടെ എടുത്ത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അലോക് അയ്യോ അമ്മേ എരിഞ്ഞിട്ട് വയ്യേന്നും പറഞ്ഞ് അവിടെ കിടന്ന് നിലവിളിക്കുകയാണ്. അപ്പം ബാക്കി എല്ലാവരും കൂടെ ഓടി വരുന്നുണ്ട്. എന്തിനാണ് ഇവിടെ കിടന്ന് നിലവിളിച്ചത്? അപ്പോൾ രാജശ്രീക്കും നന്ദിതയും ചോദിക്കുന്നു, അയ്യോ സാമ്പാറോ തലയിൽ കൂടെ ഒഴിച്ചു, ഇതെങ്ങനെയാടാ ഇത് പറ്റിയത്? അയ്യോ അലോകിനൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. അച്യുതന് ചെറിയൊരു സംശയമൊക്കെ തോന്നുന്നുണ്ട്, എന്തേ ഇവർ വഴക്കാണോ? പെട്ടെന്ന് അനുമോള് പറയാം, അല്ല അപ്പച്ചി, അതേ വേറൊന്നും കൊണ്ടല്ല, അത് അലോകിന് സാമ്പാർ വേണമെന്ന് പറഞ്ഞു, ഞാനൊരു ഇച്ചിരി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തപ്പോഴേ അലോക് പെട്ടെന്ന് എൻ്റെ കൈ കയറി പിടിച്ചു, അങ്ങനെ സംഭവിച്ചതാണെന്ന് പറഞ്ഞ് നാണത്തിലിങ്ങനെ അനുമോൾ നിൽക്കുകയാണ്. അപ്പം രാജശ്രീ പറയാം, അയ്യേ ഇതായിരുന്നോ ഇവിടെ, അപ്പം റൊമാൻസ് ആയിരുന്നല്ലേ എടാ. അയ്യോ അങ്ങനെ അല്ല അപ്പച്ചി, എന്തല്ലെന്ന് വല്യമ്മ, അങ്ങനെയല്ല, നീ ഒന്നും മിണ്ടാതിരിക്കുക, നേരത്തെ നമ്മൾ കണ്ടതാണല്ലോ. മനസ്സിലായി. ഇത് ഇച്ചിരി കൂടി പോകുന്നുണ്ട്. അപ്പോൾ രാജശ്രീ പറയാം, ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ റൊമാൻസേ, എന്തൊക്കെ പണിയാണ് കാണിക്കുന്നത്, പപ്പടം വായിൽ വെച്ച് പൊട്ടിക്കുന്നു, സാമ്പാർ തലയിൽ കൂടെ കോരി ഒഴിക്കുന്നു, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ റൊമാൻസ്. നടക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ അച്യുതൻ പറയാം, എടാ സാമ്പാറൊക്കെ തലയിൽ കൂടെ ഒഴിച്ചിട്ടാണോ ഇവിടെ റൊമാൻസ് കാണിക്കുന്നത്? അച്ഛാ അത് ഇവൻ്റെ കാര്യം, പോയി കുളിച്ചിട്ട് വാടാ, നീറ്റലും കൊണ്ട് അവൻ നിൽക്കുന്നു. അയ്യോ എൻ്റെ അമ്മേ നേരിട്ട് വയ്യേ, അയ്യോ എന്നും പറഞ്ഞും കൊണ്ട് അലോക് നേരെ ബാത്റൂമിലേക്ക് കയറുന്നുണ്ടോ കുളിക്കാനായിട്ട്. അപ്പോൾ അനുമോള് അവിടെ ചെന്ന് നിൽക്കുകയാണ്. ബാത്റൂമിൻ്റെ സൈഡിൽ മുറിയിലേക്ക് കയറി വരുമ്പോൾ അതിനകത്ത് നിന്ന് അപ്പോൾ അവിടെ അലോക് പറഞ്ഞുകൊണ്ടിരിക്കുക, ദുഷ്ടത്തി, അവളെന്നെ കൊല്ലാൻ നോക്കി, അവളെൻ്റെ തലയിൽ കൂടെ സാമ്പാർ ഒഴിച്ച്, ഈശ്വരാ ഇത്രയും നീറ്റലുണ്ടോ ഈ മുളകിന്, എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കരയാട്ടോ. അപ്പോൾ അലോകിനെ കുളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അനുമോൾ ഓടി വന്ന് കഥകൾ തട്ടുകയാണ്. എന്താടി നിനക്ക് വേണ്ടത്? നീ എൻ്റെ തലയിൽ കൂടെ സാമ്പാർ കോരിച്ച് കൊല്ലാൻ നോക്കി അല്ലേ? അപ്പോൾ അനുമോൾ പറയാം, എടാ ഞാൻ ചെയ്യും, നീയേ രാവിലെ ഒരു ഷോ കാണിച്ചല്ലോ മുറ്റത്ത് നിന്നും കൊണ്ട് എൻ്റെ അച്ഛനെ വേദനിപ്പിക്കാൻ, എന്നെ വേദനിപ്പിച്ച് അതിൽ കൂടെ അച്ഛനെ മനസ്സ് വേദനിപ്പിക്കാനായിട്ട്, അതിന് പകരമായിട്ടാണ് നീ കരുതിക്കോ. എടി നിന്നെ കൊല്ലൂടി, ഞാൻ നിന്നെ ഞാൻ വച്ചേക്കില്ല, നീ എന്നോട് ഇങ്ങനെയൊക്കെ കാണിച്ച് ഞാൻ തിരിച്ച് ചെയ്യൂടി എന്നും പറഞ്ഞുകൊണ്ട് അനുമോളെ മുമ്പിൽ കൈ ഇങ്ങനെ ചൂണ്ടി നിൽക്കാൻ കേട്ടോ. ഒരു കൈ ഡോറിൻ്റെ സൈഡിലുണ്ട്. അനുമോൾക്ക് ദേഷ്യം വന്ന് ആ ഡോർ ഒരൊറ്റ വലിച്ചടപ്പ്, കൈയിടയിലായിട്ട് അടുത്ത് വീണ്ടും നിലവിളി കേട്ടോ. അയ്യോ ദൈവമേ. എന്നിട്ട് അകത്തുനിന്ന് പറയാം, ഇവളെ ദുഷ്ടത്തി, ഇവളെ എന്നെ കൊണ്ടേ പോവുള്ളൂ, എന്നെ കൊല്ലും തോന്നണം, ഇവളെ ഞാനും വെറുതെ വെച്ചേക്കില്ല, കൊല്ലൂടി നിന്നെന്നും പറഞ്ഞ് അകത്തുനിന്ന് ഇങ്ങനെ പ്രാഗി തൊലിക്കാൻ കേട്ടോ. അപ്പം മോൾക്ക് ഇതൊക്കെ കേട്ടിട്ട് ചിരിയാണ്. ഗോമതി സ്റ്റോറിലാണെങ്കിൽ ബാലൻ അതുപോലെ പോയിട്ടുണ്ടെങ്കിലും അത്ര ശ്രദ്ധയും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുമല്ലേ. പിന്നെ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ സംസാരവും. അപ്പോൾ തന്നെ ഒരു ലേഡി വന്ന് സാധനങ്ങൾ വാങ്ങിക്കുക. ഇതൊന്നും ശ്രദ്ധിക്കാതിരിക്കുന്ന ബാലനോട് ചോദിക്കണം, പാവം ബാലേട്ടെ, നിങ്ങളിങ്ങനെ ആയിപ്പോയല്ലോ, എന്തായാലും വല്ലാത്തൊരു സങ്കടമായിപ്പോയി, വിഷമിച്ചിരിക്കേണ്ട ബാലൻ എന്നൊക്കെ പറയാം. ധർമ്മൻ ഇത് കേട്ട് ഇങ്ങോട്ട് വന്നിട്ട് പോയിക്കുക, നിങ്ങളെന്തിനാ ഇതൊക്കെ സംസാരിക്കണം, നിങ്ങളെ കാര്യം അന്വേഷിച്ചാൽ പോരെ, ഇവിടെ വിഷമോ സങ്കടമൊക്കെ ഉണ്ടെങ്കിലേ ഞങ്ങൾ നോക്കിക്കോളാം. നോക്കിക്കോ, നീ എന്തിനാ ധർമ്മ എന്നോട് ചാടുന്നത്? ബാലണ്ണ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടല്ലേ ഞാനിതൊക്കെ ചോദിക്കണേ. നിങ്ങൾ ചോദിക്കണ്ട, നിങ്ങൾ കുത്തി ചോദിക്കണ്ട, നിങ്ങളെ ചോദ്യമൊക്കെ ഞങ്ങൾക്ക് അറിയാം, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. എടാ പെൺപിള്ളേരെയൊക്കെ മര്യാദയ്ക്ക് വളർത്തണം, ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കുന്ന ആ സ്ത്രീ പറയുമ്പോൾ ധർമ്മന് ദേഷ്യം വരുവാണ് കേട്ടോ. അപ്പോൾ ധർമ്മം പറയാം, ഞങ്ങളുടെ കുട്ടിയെ മര്യാദയ്ക്ക് തന്നെ വളർത്തിയ, നിങ്ങളെ വീട്ടിൽ പോയി നോക്ക് പോ. അപ്പോൾ ബാലന് നല്ല വിഷമമാവുന്നുണ്ട്. നിങ്ങൾ കുറേ നല്ലതായിട്ട് തന്നെ വളർത്തിയത്, അതിൻ്റെ ഗുണമാണ് ഇപ്പം കണ്ടത്,
മര്യാദയ്ക്ക് നിങ്ങൾ പോകുന്നുണ്ടോ എന്നും പറഞ്ഞ് വഴക്ക് പറഞ്ഞ് അവരെ പറഞ്ഞു വിടാൻ കേട്ടോ. അങ്ങനെ അവർ പോവുക. അത് കഴിഞ്ഞ് ബാലൻ്റെ അടുത്തേക്ക് ധർമ്മം വന്നിട്ട് പറയുന്നുണ്ട്, അളിയ നീ ഇനി സങ്കടപ്പെടാതെ. ഉടനെ ബാലൻ അങ്ങ് ദേഷ്യം വന്നിട്ടോ ചാടി എനിക്ക്. ആർക്കടാ അതേ സങ്കടം? എനിക്കൊരു സങ്കടമില്ല. നിൻ്റെ ആരെങ്കിലും ചത്തോ നീ വിഷമിക്കാനായിട്ട്? ഇല്ലല്ലോ, പിന്നെ ഞാൻ എന്തിനു വിഷമിക്കണം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തുടങ്ങിയാണ്. അപ്പം ധർമ്മം പറയുന്നുണ്ട്, എന്നാലും അവൾ എന്തിനാണ് നമ്മളോട് ഇങ്ങനെയൊക്കെ ചതി ചെയ്തത്? നമ്മൾ എത്രത്തോളം സ്നേഹിച്ചതാ അവളെ എന്നൊക്കെ പറഞ്ഞ ധർമ്മനും. അപ്പോൾ ബാലൻ പറയാണ്ട്, എടാ അവളെക്കുറിച്ച് ഒരൊറ്റ അക്ഷരം നീ മിണ്ടി പോകരുത്. അവൾ സ്വന്തമായിട്ട് അവളുടെ ജീവിതം തൊലച്ച് കളയുക. പോയി നശിക്കട്ടെ അവൾ. IAS ആവാനുള്ള പെണ്ണ, പഠിക്കാൻ മിടിക്കുകയായിരുന്നു. എന്നിട്ട് ചെന്ന് തല വെച്ച് കൊടുത്ത കണ്ടില്ലേ? അവളെ കാര്യം ഇനി ഇവിടെ നീ മിണ്ടിപ്പോകരുത്. പുകഞ്ഞ കൊള്ളി പുറത്ത്. ഞാൻ ചത്താൽ പോലും എൻ്റെ ശവം പോലും അവളെ കാണിച്ചേക്കരുതെന്ന് ബാലൻ പറയുമ്പോൾ, അയ്യോ അളിയ എന്താടാ പറഞ്ഞ് മനസ്സിലായില്ലേ, എണീറ്റ് പോടാന്ന് പറഞ്ഞ് ധർമ്മന് കുറച്ച് വഴക്കും കൊടുക്കാൻ കേട്ടോ. അങ്ങനെ കൃഷ്ണമംഗലത്ത് അന്ന് രാത്രിയാകുമ്പോൾ നമ്മുടെ രാജശ്രീ വന്ന് മുറിയിലേക്ക് കയറുമ്പോൾ അച്യുതനോട് പറയുന്നുണ്ട്, അച്യുതേട്ടാ നമ്മുടെ മക്കൾ എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള റൊമാൻസൊക്കെ കാണിക്കുന്ന ഒരു രസമുണ്ടല്ലേ. എടി നീ എന്തായി പറയണേ? തലയിൽ സാമ്പാറൊക്കെ ഒഴിച്ചിട്ടാണോ ഈ റൊമാൻസ് എന്നൊക്കെ പറയുന്നത്? അവൻ നീറ്റിൽ കൊണ്ട് കിടന്ന് വിളിക്കുന്നത് നീ കണ്ടില്ലേ? അതൊക്കെ അവരുടെ കുട്ടിക്കളിയല്ലേ, പിള്ളേരോ? ഞങ്ങളും കല്യാണം കഴിച്ചില്ലേ? നീ എൻ്റെ തല കൂടെ സാമ്പാർ ഒഴിച്ചോ ആ സമയത്ത്? ആണോന്ന്? നമ്മളും പണ്ട് ഇതൊക്കെ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ സമയത്ത് എന്തോരം വികൃതികളാണ് കാണിച്ചത്. സാമ്പാർ ഒഴിച്ചില്ലെന്നേ ഉള്ളൂ, അതന്ന് കാലം. ഇപ്പം കാലം മാറിയില്ലേ എന്ന് രാജശ്രീ പറയുമ്പോൾ അച്യുതൻ പറയണം, എടി അതങ്ങനെയല്ല, എനിക്ക് നല്ല സംശയമുണ്ട് ഇവർ തമ്മിൽ വഴക്കാണോ എന്നുള്ളത്. വഴക്ക് കൂടിയിട്ടാണോ ഇങ്ങനെ നമ്മളെ കാണിക്കാൻ വേണ്ടി അഭിനയിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊന്നും അല്ല. അച്യുതേട്ടനൊന്നും മിണ്ടാതിരുന്നേ. അവരൊക്കെ ഇപ്പോഴത്തെ പിള്ളേരല്ലേ, ഇങ്ങനെയൊക്കെ തന്നെ. അവൻ അവളോട് വലിയ സ്നേഹാന്നേ, അവൾക്കും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇതൊന്നും നമ്മളത്ര മൈൻഡൊന്നും വെക്കണ്ട. പിന്നെ വേറൊരു കാര്യം, അനുശ്രീ ഇവിടെ വന്നതിന് ശേഷം ഈ വീടിനൊരു വെട്ടവും വെളിച്ചവും ഒക്കെ വന്നിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടാ? അതൊക്കെ ശരിയാ. പക്ഷേ ഇനി അവളെ നമ്മളെ കൂടെ നിർത്തണം. ഇനി വേണം ഗോമതിക്കെതിരെ അവളെ കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാക്കിക്കാൻ. അവളെ കൊണ്ട് നമുക്ക് സ്വത്ത് മുഴുവനും എഴുതി വാങ്ങിക്കണ്ടേ? അവൾ ഈ വീടിൻ്റെ വിളക്കാണ്. അത് ശരിയാണ്. നമ്മൾ കൂടുതലൊന്നും ആലോചിക്കണ്ട, പിള്ളേരങ്ങ് ജീവിച്ചോളും. നമുക്ക് കിട്ടേണ്ടത് അനുമോളി കൂടെ നമുക്കതൊക്കെ സാധിച്ചെടുക്കാമെന്ന് രാജശ്രീ അച്യുതന് പറഞ്ഞു കൊടുത്തിട്ട് അവർ കിടന്നുറങ്ങാൻ പോവാട്ടോ. ഇത്രയും സമയമായി, നമുക്കിനി കിടന്നുറങ്ങാം. അതോ ഇനി ഞാനും സാമ്പാർ എടുത്തുകൊണ്ട് വരണോ അച്ചുവേട്ടാന്ന് ചോദിക്കുക കേട്ടോ. അങ്ങനെ അവർ രാത്രി കിടന്നുറങ്ങണം. പിറ്റേ ദിവസം രാവിലെ തന്നെ കുറേ ബ്ലാക്ക് മണികൾ മാറ്റി വൈറ്റാക്കാൻ വേണ്ടിയിട്ട് അച്യുതനും അലോകും കൂടെ എണ്ണി തിട്ടപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് പൈസയുണ്ട്. ഇതെല്ലാം കൂടെ ഇവിടെ ഹാളിലേക്ക് വന്നിരുന്നിട്ട് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സുകന്യ ഓടി കയറി വരുന്നുണ്ട് കേട്ടോ. അയ്യോ ഇതെന്താ ഇത്രമാത്രം പണം? ഇതെവിടുന്നാ? അയ്യോ കണ്ടല്ലോ നാശം പിടിക്കാൻ. അപ്പോഴാണ് അച്യുതൻ പറയാം, എടി നീ അതൊന്നും കണ്ണ് വെക്കില്ലേ? നീ വിചാരിക്കുമ്പോൾ അത് അങ്ങനത്തെ പൈസയൊന്നുമില്ല, ഇത് ബ്ലാക്ക് മണിയാണ്. ബ്ലാക്ക് മണിയോ? ഈശ്വരാ, ബ്ലാക്ക് മണി തന്നെ ഇത്രയും നിങ്ങളുടെ കയ്യിലുണ്ടോ? അങ്ങനെയാണെങ്കിൽ വൈറ്റ് എന്തോരം കാണും. ദേ കണ്ണ് വെക്കില്ലേ, നീ ഒന്ന് പോയേ. ഞാനിതൊന്നും ഇപ്പം പെട്ടിയോടുകൂടി അടിച്ചുകൊണ്ട് പോകാനൊന്നും പോകുന്നില്ല. ഞാനൊരു കാര്യത്തിന് ചോദിച്ചെന്നേ ഉള്ളൂ. നീ ഇതിലൊന്നും കൈവച്ച് തൊട്ടേക്കരുതേ. ഇല്ല. നീ ഒരു കാര്യം ചെയ്ത് നീ പോ, ഞങ്ങൾക്കിതൊക്കെ എണ്ണി തിട്ടപ്പെടുത്താനുള്ളത്, ഇത് വേറെ ആവശ്യങ്ങൾക്കുള്ളതാണ്. ഞാനിപ്പോൾ എന്തായാലും പോയേക്കാമേ എന്നും പറഞ്ഞ് സുകന്യ അങ്ങോട്ട് പോകണുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടും കൊണ്ട് നമ്മുടെ അനുമോൾ അവിടെ മാറി നിൽക്കുകയാണ്. അനുമോൾ ഇങ്ങനെ ഇതെല്ലാം ശ്രദ്ധിക്കട്ടോ, ബ്ലാക്ക് മണി എണ്ണുന്നതും എല്ലാം. അപ്പോഴാണ് അവിടെ നിന്നും കൊണ്ട് നമ്മുടെ സുകന്യ ഇവിടുന്ന് നേരെ അപ്പുറത്തേക്ക് കൃഷ്ണമംഗലത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണമംഗലത്ത് നിന്ന് നേരെ ദേവമംഗലത്തേക്ക് പോയിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ധർമ്മൻ പിടിച്ച് നിർത്തിയിട്ട് ചോദിക്കുക, സുകന്യ നീ എങ്ങോട്ടാണ് പോയത്? ഞാൻ അപ്പുറത്തേക്ക്. അത് വല്ലപ്പോഴും ഒന്ന് അങ്ങോട്ട് പോകണ്ടേ? ഇവിടെ ഇരുന്ന് ബോറടിച്ചിട്ടാ ധർമ്മേട്ടാ. അങ്ങനെ വല്ലപ്പോഴും ആക്കണ്ടടി, 24 മണിക്കൂർ നീ അതിനകത്ത് ചെന്ന് കിടന്നോ? അതെന്താ അങ്ങനെ പറഞ്ഞത്? ധർമ്മേട്ടാ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് കൃഷ്ണമംഗലത്തേക്ക് പോവാം. അവിടെ ആകുമ്പോൾ അവരുടെ കയ്യിൽ എന്തോരം കാശും പണമൊക്കെ ഉണ്ടെന്നറിയോ, നമുക്ക് അവിടെ സുഖമായിട്ട് ജീവിക്കാം. ഇവിടെ ഇത് എന്താ നരകം പോലെ. എടി എന്താടി നീ പറഞ്ഞത്? പിന്നല്ലാണ്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ ഒരു ശാപം പിടിച്ച ഒരു വീടാണ്. ഇവിടെ കണ്ടില്ലേ ഓരോരോ പ്രശ്നങ്ങൾ കണ്ടില്ലേ? ഇവിടെ കുഞ്ഞ് നഷ്ടപ്പെട്ടു, ഇവിടെ ഇപ്പോൾ അനുമോളുടെ കല്യാണം മുടങ്ങി, അല്ലാതെ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങളായി വീട്ടിൽ ദിവസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടെ കിടന്ന് നന്നാവാൻ പോണില്ല, നമുക്ക് ഇവിടുന്ന് പോവാം. ആണോ? എന്നാൽ നീ ഒരു കാര്യം മനസ്സിലാക്കിയോ, ഞാൻ ഇവിടുന്ന് പോവാൻ തീരുമാനിച്ചിട്ടില്ല. നിനക്കങ്ങനെ പോകണോ? അനാവശ്യമല്ല, ഇതൊരു ശാപം പിടിച്ച വീടാ ധർമ്മേട്ടാ. ശാപം പിടിച്ച വീടോ? അനാവശ്യം പറഞ്ഞാടി, ഞാൻ ചെപ്പയ്ക്ക് അടിച്ച് പറ്റിച്ചിരുന്നു പറഞ്ഞ് കൈ ഓങ്ങാട്ടോ. അപ്പോഴാണ് ഇത് കണ്ടും കൊണ്ട് ഗോമതി അങ്ങോട്ട് വരിക. ധർമ്മ കൈ താത്തിട്ടറാ, എന്തിനാടാ നീ അവളെ അടിക്കാൻ കൈ പൊക്കിയത്? പറയാൻ. ചേച്ചി കേട്ടില്ലേ ഇവളിവിടെ നിന്ന് എന്തൊക്കെയാ വിളിച്ച് കൂവുന്നതെന്നും? ഞാൻ അതിനൊക്കെ പറയണോ? നീ ഒന്നും പറയണ്ട ധർമ്മ, എല്ലാം ഞാൻ കേട്ടു. സുകന്യ പറഞ്ഞില്ല, ഒരു തെറ്റുമില്ല. ഈ വീട് ശാപം പിടിച്ചത് തന്നെയാണ്.
ഞങ്ങളെ ഇതിൽ വന്ന് പെട്ടുപോയി. നീയും അവളുമെങ്കിലും ഒന്ന് രക്ഷപ്പെടുക. നിങ്ങൾ പോണെങ്കിൽ പൊക്കോ, പോയി രക്ഷപ്പെട്ടോ എന്നും പറയാട്ടോ. അപ്പോഴത്തേക്കിനും ധർമ്മന് സങ്കടമായി. ധർമ്മൻ അടുത്തേക്ക് വന്നിട്ട് പറയാം, ചേച്ചി എന്തൊക്കെയായി ഈ പറയണേ? ഞാൻ പോവാനോ? ഇവിടെ ശാപം പിടിച്ചതെന്ന് ആരാ പറഞ്ഞത്? ചെറിയൊരു സമയദോഷം കൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ വന്നു എന്നല്ലേ ഉള്ളൂ. ഇതെല്ലാം മാറി വരും. നമ്മൾ കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കണം. എന്നും നമ്മളിങ്ങനെ ദൈവം ഇട്ടേക്കോ? ചേച്ചി ഇതൊന്നും ഓർത്ത് വിഷമിക്കരുത്. അങ്ങനെയല്ല ധർമ്മ, ഞങ്ങളുടെ ജീവിതം കണ്ടില്ലേ, ഒന്നിനു മീതെ ഒന്നായിട്ട് ഞങ്ങളിങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സഹിക്കാവുന്നതിൽ അപ്പുറമായി. നിങ്ങളെങ്കിലും രക്ഷപ്പെടുക. സുഖിന് പറഞ്ഞതിലൊരു തെറ്റുമില്ല. ഇല്ല ചേച്ചി, ഞാൻ എവിടെ ഇറങ്ങിപ്പോവില്ല. പിന്നെ ഒരു കാര്യം ഓർത്തോ ചേച്ചി, ആ കൃഷ്ണമംഗലത്ത് നിന്ന് അളിയൻ്റെ കൂടെ ഇറങ്ങി വന്ന ദിവസം ഓർമ്മയുണ്ടല്ലോ? അന്ന് പെട്ടിയും കിടക്കയും എല്ലാം എടുത്ത് ഞാൻ നിങ്ങളുടെ കൂടെ വന്നതാ. അന്ന് വന്ന് ചേർന്ന ഈ ധർമ്മൻ ഇനി നിങ്ങൾ ആട്ടി ഓടിച്ചാലും ഞാൻ ഇവിടുന്ന് പോവില്ല. നിങ്ങളുടെ കഷ്ടകാലത്തിലും ദുഃഖത്തിലും സങ്കടത്തിലും ഒക്കെ കൂടെ ഉണ്ടാവും ഈ ധർമ്മൻ. അതിന് ആരൊക്കെ വന്ന് പറഞ്ഞാലും ശരി, എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ പോവില്ല. ചേച്ചിയുടെ ഒപ്പം തന്നെ ഞാൻ ഉണ്ടാവും. പിന്നെ ചേച്ചി, ഈ സങ്കടങ്ങളെല്ലാം മാറും. ചേച്ചി നോക്കിക്കോ, എത്രയും വേഗം നമുക്ക് പോയ സന്തോഷമെല്ലാം തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞിങ്ങനെ സമാധാനിപ്പിക്കാം കേട്ടോ. അപ്പം ഇതിനിടയ്ക്ക് അനുമോള് ഈ ഇവിടെ കണ്ട ഈ ഒരു കള്ളപ്പണമെല്ലാം കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഇൻകം ടാക്സിനെ വിളിച്ച് അറിയിക്കാട്ടോ രഹസ്യമായിട്ട്. നിമിഷങ്ങൾക്കാം അവരിവിടെ എത്തിയിട്ടുണ്ട്. എണ്ണി തിട്ടപ്പെടുത്തി അടച്ചു വയ്ക്കും. പെട്ടി അടയ്ക്കുന്നതിന് മുന്നേ തന്നെ ഇൻകം ടാക്സിലെ ഓഫീസേഴ്സ് കൃഷ്ണമംഗലത്ത് അകത്ത് കയറി വന്നിട്ടുണ്ട്. വന്നു കയറുമ്പം അച്യുതനും പെട്ടെന്ന് ആ ലോകം കൂടെ തെറ്റിദ്ധരിക്കാട്ടോ. വന്നത് ഇവർക്ക് പൈസ കൈമാറാനുള്ള ആൾക്കാരായിരിക്കും, അനന്തേട്ടൻ പറഞ്ഞു വിട്ടതാണ് എന്നൊരു തെറ്റിദ്ധാരണ വന്നിട്ട് അവരോട് ചോദിക്കുക, നിങ്ങൾ ഇന്നടുത്തുനിന്ന് വന്നതല്ലേ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട്? നിങ്ങൾക്ക് തരാനുള്ള അതെ അതെ, ഞങ്ങൾക്കുള്ള ക്യാഷാണോ ഇത്? അതെ, നിങ്ങൾക്കുള്ള തരാനുള്ള ക്യാഷ് തന്നെയാണിത് എന്ന് അച്യുതൻ പറയട്ടെ. ഇതിൽ മുഴുവനും ഉണ്ടല്ലോ? ആ, മുഴുവനും ഉണ്ട്. ഇത് ബ്ലാക്ക് മണി ആണല്ലോ ഫുള്ളല്ലേ? അതെ, ഫുള്ള് ബ്ലാക്കാണ്, വൈറ്റ് വേറെ ഇരിപ്പുണ്ട് എന്നൊക്കെ അങ്ങ് തുറന്ന് പറയാം കേട്ടോ. ആ ശരി, എന്നാൽ ഒരു കാര്യം ചെയ്യും, സാറ് ഇരിക്കുക, ഞങ്ങൾ വേറെ പൈസ വേണം എടുത്തിട്ട് വരാൻ. പോയിട്ട് നിൽക്കി നിങ്ങളൊന്നും ചെയ്യണ്ട, അവിടെ നിൽക്കുക. ഞങ്ങൾ എവിടെ നിന്നാണ് വന്നതെന്നറിയോ എന്ന് പറഞ്ഞ് പോക്കറ്റിൽ നിന്ന് ഒരു കാർഡ് കാണിച്ചിട്ട് പറയാം, ഇത് ഇൻകം ടാക്സ് ഓഫീസിൽ നിന്നാണ്, ഞങ്ങൾ അവിടെ നിന്ന് ചെക്കിങ്ങിന് വന്നതാണ്, നിങ്ങളുടെ കയ്യിൽ കള്ളപ്പണം സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ട് വന്നതാണെന്ന് പറയുമ്പോൾ രണ്ടുപേരും കൂടെ അന്താളിച്ച് നിൽക്കുക. എന്തൊക്കെയാണ് സാർ ഈ പറയുന്നത്? അയ്യോ, ഇത് കള്ളപ്പണമൊന്നുമില്ല, സത്യപ്പണം. ആഹാ, അത് ശരി, ഇപ്പം മാറ്റി പറയുവാണോ? അപ്പോഴാണ് അമ്മയും എല്ലാവരും കൂടെ വരുവാട്ടോ. അപ്പോൾ ഇന്ദിരാമ്മ ചോദിക്കുക, എന്താടാ ഇവിടെ, എന്താ പ്രശ്നം? അപ്പോൾ വന്നവർ പറയാം, അമ്മേ ഇവിടെ വേറൊന്നുമില്ല, ഇവിടെ കള്ളപ്പണം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എന്നൊരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട് വന്നതാണ്. വന്നപ്പോൾ തന്നെ ഇവരെ പിടിക്കപ്പെട്ടു. അയ്യോ അമ്മേ, ഇവിടെ അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ മിണ്ടരുത്, നിങ്ങളിപ്പോൾ എന്നോട് സംസാരിച്ച കാര്യം ഞങ്ങൾ റെക്കോർഡിലാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി അത് മാറ്റി പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഈ നിലവിലുള്ളത് ഇതാണെങ്കിൽ ഇവിടെ വീടിനകത്ത് എന്തെല്ലാമായിരിക്കും ഒളിപ്പിച്ച് വെച്ചിരിക്കുക, ഞങ്ങൾക്ക് ഈ വീടിന്ന് സെർച്ച് ചെയ്യണം. അപ്പം നന്ദിത പറയാം, ഞങ്ങളിന്ന് അനന്തേട്ടനെ ഒന്ന് വിളിച്ചോട്ടെ, തൊട്ട് പോകരുത് ഫോണ്, ആരും ഫോണെല്ലാം കൂടെ ഇവിടെ കൊണ്ട് വെക്ക്, ആരെയും വിളിക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്യരുത്, ഞങ്ങൾ പരിശോധിച്ച് തിരിച്ചു വരണവരെ നിങ്ങൾ ആരും അനങ്ങരുതെന്ന് പറയാട്ടോ. അങ്ങനെ അടുക്കളയിലും അവിടെ എവിടെ നിന്നൊക്കെ എന്തൊക്കെയോ രേഖകളോ ഫയലുകളോ ഒക്കെ അവർക്ക് കിട്ടാണ്. അപ്പം ഇവർ രണ്ടുപേരും കൂടെ അച്യുതനും അലവും കൂടെ അവിടെ കാല് പിടിക്കുക, സാർ ദയവ് ചെയ്ത് സാർ ഞങ്ങളെ കൊടുക്കരുത്, ദയവ് ചെയ്ത് ഞങ്ങളെ പ്രശ്നത്തിലാക്കരുത്, സാറിന് വേണമെങ്കിൽ ഒരു 10 ലക്ഷം രൂപ ഞങ്ങൾ കൈക്കൂലി തരാമെന്ന്. അപ്പം അയാൾക്ക് വീണ്ടും ദേഷ്യം വരാട്ടോ. കള്ളപ്പണം സൂക്ഷിച്ച് അത് പിടിക്കപ്പെട്ടതും പോരാ, ഇപ്പം ഞങ്ങൾക്ക് കൈക്കൂലി തരാമെന്നും കൂടെ പറയുന്നു. കൊള്ളാമല്ലോ, പിന്നെ ഞങ്ങളിതിപ്പോൾ എല്ലാം കൊണ്ടുപോവാണ്. പിന്നെ ഇതിൻ്റെ പുറകെ വഴിയെ വരുന്ന കാര്യങ്ങൾ പോലീസും അതിൻ്റെ കേസും കോടതിയും ഒക്കെ തൊട്ട് പുറകെ ഇങ്ങോട്ട് വന്നോളും, നിങ്ങൾ ഒരിടത്തും പോവേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് വരട്ടാട്ടോ. അങ്ങനെ അവരെല്ലാ സാധനവും കൂടെ കൊണ്ടുപോവാണ്. അപ്പോൾ അനുമോള് എന്തായാലും പോയത് നല്ലതായിപ്പോയെന്ന് പറഞ്ഞ് വിജയിച്ച് നിൽക്കുക കേട്ടോ. ഇതെല്ലാം ദേവാമംഗലത്ത് നമ്മൾ മീനാക്ഷി കാണുകയാണ്. മീനാക്ഷി നോക്കുമ്പോൾ ഇൻകം ടാക്സിൻ്റെ വണ്ടി കിടക്കുന്നു. എന്താ സംഭവിച്ചത്, എവിടേക്കാണ് വന്നതെന്നും പറഞ്ഞ് മീനാക്ഷി അന്തം വിട്ട് ഇറങ്ങി നോക്കാം കേട്ടോ. അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്